ഞാൻ നിഹാരിക GVHSS മേപ്പയൂരിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇന്നത്തെ എന്റെ സെമിനാറിലേക്ക് ഏവർക്കും സ്വാഗതം. 2015 ഐക്യരാഷ്ട്രസഭ മെച്ചപ്പെട്ടതും സുസ്ഥിരവുമായ ഭാവി എല്ലാവർക്കും കൈവരിക്കുന്നതിനുള്ള മാതൃകയായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതും 2030 നേടിയെടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതുമായ 17 പരസ്പര ബന്ധിതമായ ആഗോളതലത്തിലുള്ള ലക്ഷ്യങ്ങളുടെ ഒരു ശേഖരമാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ. ഇതിലെ SDG 6 ആയ ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ എന്നതാണ് എന്റെ ടോപ്പിക്. ഇതിന്റെ ടാർഗറ്റ്സ് നമുക്കൊന്ന് ചുരുക്ക രൂപത്തിൽ നോക്കാം. സുരക്ഷിതവും താങ്ങാനാവുന്നതുമായ കുടിവെള്ളം, തുറന്ന മലവിസർജനം അവസാനിപ്പിച്ച് ശുചിത്വ പാലനം, ജലത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കൽ, മലിനജല സംസ്കരണം, സുരക്ഷിതമായ പുനരുപയോഗം, ജല ഉപയോഗക്ഷമത വർദ്ധിപ്പിക്കൽ, ശുദ്ധജല വിതരണം ഉറപ്പാക്കൽ, ജലവുമായി ബന്ധപ്പെട്ട ആവാസ വ്യവസ്ഥകളെ സംരക്ഷിക്കൽ. നമ്മുടെ ഭൂമിയുടെ 2/3 ഭാഗവും വെള്ളമാണ്. എന്നാൽ വെള്ളം സർവത്ര തുള്ളി കുടിക്കാനില്ലത്രേ എന്നതാണ് നമ്മുടെ അവസ്ഥ. ഇതിൽ തന്നെ 3% മാത്രമാണ് ശുദ്ധജലം. അതിൽ ഭൂരിഭാഗവും മഞ്ഞുപാളികളിലും മറ്റുമാണ്. ജലാശയങ്ങളിലായി ഏകദേശം 1.2% മാത്രമേ ശുദ്ധജലമുള്ളൂ. നമ്മുടെ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ജീവൻ നിലനിർത്താൻ ജലം അത്യന്താപേക്ഷിതമാണെന്ന് നമുക്കറിയാം. ജീവൻ നിലനിർത്താൻ കഴിയുന്ന ഏക ഗ്രഹം ഭൂമിയായതിന് പിന്നിലെ കാരണവും ഇത് തന്നെയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. UN വേൾഡ് വാട്ടർ ഡെവലപ്മെന്റ് റിപ്പോർട്ട് 2024 പ്രകാരം 2.2 ബില്യൺ പേർക്ക് ലോകത്തിൽ ശുദ്ധമായ കുടിവെള്ളം ലഭിക്കുന്നില്ല. ക്ലൈമറ്റ് ചേഞ്ച്, ഗ്ലോബൽ വാർമിംഗ്, പിന്നെ ചില പ്രത്യേക സ്ഥലത്തെ ജിയോഗ്രഫി, മനുഷ്യന്റെ അമിതമായതും അനാവശ്യവുമായ ജലത്തിന്റെ ഉപയോഗം തുടങ്ങിയവയാണ് നമ്മെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഭൂമിയുടെ 2/3 ഭാഗവും വെള്ളമാണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് സമുദ്രജലം ശുദ്ധീകരിച്ചുകൂടാ? തീർച്ചയായും ശുദ്ധീകരിക്കാം. സമുദ്രജലത്തെ ശുദ്ധജലമാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് ഡീസലൈനേഷൻ. അതിന്റെ സ്റ്റെപ്സ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം ഓഷ്യൻ വാട്ടർ കളക്ട് ചെയ്ത ശേഷം പ്രീ ട്രീറ്റ്മെന്റ് നടത്തുന്നു. അതിനുശേഷം റിവേഴ്സ് ഓസ്മോസിസ് അല്ലെങ്കിൽ ഡെസ്റ്റിലേഷൻ. 2 മെത്തേഡ്സ് സാധാരണയായി ഉപയോഗിക്കാറുണ്ട്. 2 മെത്തേഡ്സിന്റെയും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ കടൽ വെള്ളത്തിലെ ഇംപ്യൂരിറ്റീസിനെ മാറ്റുക എന്നതാണ്. എന്നിട്ട് അവസാനം സ്റ്റെബിലൈസേഷൻ എന്ന സ്റ്റെപ്പിലൂടെ pH ലെവൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇതിലൂടെ നമുക്ക് പ്യൂരിഫൈഡ് വാട്ടർ അഥവാ ശുദ്ധജലം ലഭിക്കുന്നു. നമുക്ക് ഈ ഒരു പ്രോസസ്സിന്റെ വേസ്റ്റ് ആയി കണക്കാക്കാവുന്നതാണ് ബ്രൈൻ. ഇതിൽ ഉപ്പ് മാത്രമല്ല, നമ്മുടെ റിവേഴ്സ് ഓസ്മോസിസ് അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ 2 പ്രോസസ്സിന്റെയും ഔട്ട്പുട്ട് ആയിട്ടുള്ള ഇംപ്യൂരിറ്റീസും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. സാധാരണ ഗ്രൗണ്ട് വാട്ടർ ഇൻജെക്ഷൻ അല്ലെങ്കിൽ സർഫസ് വാട്ടർ ഡിസ്പോസൽ അല്ലെങ്കിൽ കടൽ നേരിട്ട് തന്നെ തിരിച്ചയക്കലാണ് ഇതിന്റെ ഡിസ്പോസൽ മെത്തേഡ്സ്. ലോകമെമ്പാടും ഇപ്പോൾ 16,000-ത്തിലധികം ഡീസലൈനേഷൻ പ്ലാന്റുകൾ നിലവിലുണ്ട്. സൗദി അറേബ്യ, UAE, USA തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഡീസലൈനേഷൻ പ്ലാന്റുകൾ നിലവിലുള്ളത്. ഇത്തരത്തിലുള്ള രാജ്യങ്ങൾ ജലത്തിനായി ഏറെ ആശ്രയിക്കുന്നത് ഈ ഡീസലൈനേഷൻ പ്ലാന്റുകളെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫ് സേവർ എന്ന് വേണമെങ്കിൽ കൂടെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്കുള്ള ഒരു ഇന്ധനം തന്നെയാണ് ജലം. ശരീരത്തിന്റെ ശരിയായ പ്രവർത്തനങ്ങൾക്ക് ദിവസവും ശരാശരി 3 ലിറ്റർ വെള്ളം കുടിക്കണമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. എന്നാൽ പല പ്രദേശങ്ങളിലും ആകെ കൂടെ ഇത്ര ജലം മാത്രമേ ലഭിക്കുന്നുള്ളൂ. നമ്മുടെ മണ്ണിൽ നിന്നും നീരുറവകൾ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഓരോ തുള്ളി ജലവും പാഴാക്കാതെ ഉപയോഗിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണിത്. 1992 ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ ചേർന്ന UN സമ്മേളനത്തിനാണ് 1993 മുതൽ ലോക ജലദിനം ആചരിക്കാൻ തീരുമാനിച്ചത്. ലോകത്തിലെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾക്ക് സുരക്ഷിതമായ ജലം ലഭ്യമല്ലെന്ന ബോധ്യം ഉണർത്താനാണ് മാർച്ച് 22 ലോക ജലദിനമായി ആചരിക്കുന്നത്. SDG 6ന്റെ ലക്ഷ്യപ്രാപ്തിയെ സഹായിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. വരൾച്ചയും കെടുതികളും നമുക്ക് പരിചയമുണ്ടായിരുന്നത് ഏതോ നാട്ടിലെ കഥകളായിട്ടായിരുന്നു കുറച്ചുനാൾ മുൻപ് വരെ. എന്നാൽ ഇന്ന് നമ്മളും വേനൽക്കാലങ്ങളിൽ ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു യുദ്ധം ശുദ്ധജലത്തിന് വേണ്ടി എന്നുള്ള പ്രവചനം നമ്മുടെ കാതിൽ മുഴങ്ങുമ്പോഴും മനുഷ്യൻ പലപ്പോഴും ഈ അവസ്ഥയെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി നോക്കി കാണുന്നില്ല.
ജലത്തിന്റെ പ്രാധാന്യം നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഓരോ തുള്ളി ജലവും സംഭരിച്ചു വെക്കാൻ നാം ബാധ്യസ്ഥരാണ്. മാത്രവുമല്ല, നമ്മുടെ ജലാശയങ്ങളെ സംരക്ഷിക്കേണ്ടതും. നമ്മുടെ പ്രദേശത്തെ ഒരു പുഴയോരത്തോ കായലോരത്തോ ഒരു 5 മിനിറ്റ് തന്നെ നോക്കി നിന്നാൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ സൃഷ്ടിക്കുന്ന ഭീകരതയും അത് ആ ആവാസ വ്യവസ്ഥയിലെ ജീവജാലങ്ങൾക്കുണ്ടാക്കുന്ന ഭീഷണിയും നമുക്ക് നേരിട്ട് കണ്ടറിയാൻ സാധിക്കും. അപൂർവമായ പുഴ, കായൽ മത്സ്യങ്ങൾ തുടങ്ങിയ ജീവജാലങ്ങളുടെ വേരറുക്കലിന് തന്നെ ഇത്തരം മനുഷ്യന്റെ പ്രവർത്തികൾ കാരണമാകുന്നു. അഴുക്കുചാലുകളും ശൗചാലയ മാലിന്യങ്ങളും വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നും രാസവസ്തുക്കളും മാലിന്യങ്ങളും നേരിട്ട് ജലാശയത്തിലേക്കാണ് ഒഴുകിയെത്തുന്നത്. പല ജലാശയങ്ങളിലും കോളിഫോം ബാക്ടീരിയ തുടങ്ങി പല ബാക്ടീരിയകളും ആപൽക്കരമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ജലമലിനീകരണം നിർത്തലാക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അത് നാം ഓരോരുത്തരും തന്നെ തീരുമാനിക്കണം. നമ്മുടെ ജലാശയങ്ങളിലേക്ക് ഇനി മാലിന്യങ്ങൾ തള്ളില്ല എന്ന്. ജലജന്യ രോഗങ്ങൾ. മലിനമായ ജലത്തിലൂടെ പകരുന്ന രോഗകാരികളായ സൂക്ഷ്മാണുക്കൾ മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് ജലജന്യ രോഗങ്ങൾ. നമുക്ക് 1-2 ജലജന്യ രോഗങ്ങൾ നോക്കാം. മലിനജലത്തിൽ കണ്ടെത്തിയ മസ്തിഷ്കം ഭക്ഷിക്കുന്ന അമീബയായ നെക്ലീരിയ ഫൗലേരി മൂലമുണ്ടാകുന്ന അമീബിക് മെനിങ്കോ ഇൻസെഫലൈറ്റിസ് ബാധിച്ച് കോഴിക്കോട് സ്വദേശിയായ 14 വയസ്സുകാരൻ ഈയിടെയാണ് അന്തരിക്കുകയുണ്ടായത്. അടുത്തിടെ കേരളത്തിൽ ഇത്തരത്തിൽ 2 മാസത്തിനിടെ 3ാമത്തെ കേസാണ്. മലിനമായ ജലത്തിലൂടെ ആളുകളെ ബാധിക്കുകയും മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുകയും തുടർന്ന് തലച്ചോറിൽ കുടിയേറി നാഡികോശങ്ങളെ ഭക്ഷിക്കുകയുമാണ് ഇവ ചെയ്യുന്നത്. മലിനമായ ഭക്ഷണമോ കുടിവെള്ളമോ കഴിക്കുന്നതിലൂടെ വരുന്ന അസുഖമാണ് കോളറ, അതിസാരം, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം തുടങ്ങിയവയാണ് മറ്റ് ജലജന്യ രോഗങ്ങൾ. ഓരോ വർഷവും 8 ലക്ഷത്തിലധികം പേരാണ് മലിനമായ ജലവും ശുചിത്വമില്ലായ്മയും കൊണ്ട് മരണമടയുന്നത്. ജലശുദ്ധീകരണത്തിന്റെയും ശുചിത്വത്തിന്റെയും പ്രാധാന്യം നമുക്ക് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാമല്ലോ. ജലജന്യ രോഗങ്ങളെ ഒരു പരിധിവരെ എങ്ങനെ തടയാം, അതിന് എന്തെല്ലാം കരുതൽ അഥവാ പ്രിക്കോഷൻസ് എടുക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. കിണറുകളിലും കുടിവെള്ള സംഭരണികളിലും കൃത്യമായ ഇടവേളകളിൽ ക്ലോറിനേഷൻ നടത്തുക. വെട്ടിത്തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. ആഹാരം പാകം ചെയ്യുന്നതിനും വിളമ്പുന്നതിനും കഴിക്കുന്നതിനും മുൻപും മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ ശുദ്ധജലവും സോപ്പും ഉപയോഗിച്ച് വൃത്തിയായി കഴുകുക. പാകം ചെയ്ത ഉടൻ ചൂടോടെ ആഹാരം കഴിക്കുക. ഈച്ചയും പ്രാണികളും വന്നിരിക്കാത്ത വിധം ആഹാരം അടച്ചു വെക്കുക. വൃത്തിയുള്ള സാഹചര്യത്തിൽ തയ്യാറാക്കുന്നതും വിതരണം ചെയ്യുന്നതുമായ ആഹാരം മാത്രം കഴിക്കുക. പച്ചക്കറികളും പഴങ്ങളും ശുദ്ധജലത്തിൽ കഴുകി മാത്രം ഉപയോഗിക്കുക. വ്യക്തി ശുചിത്വം പാലിക്കുക. മലമൂത്ര വിസർജനം ശൗചാലയങ്ങളിൽ മാത്രം നടത്തുക. മലിനജല സംസ്കരണം. മലിനജല സംസ്കരണം എന്നത് ജലത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും എല്ലാ മലിന വസ്തുക്കളെയും നീക്കം ചെയ്യുന്നതിനും പുനരുപയോഗം അല്ലെങ്കിൽ പരിസ്ഥിതിയിലേക്ക് തിരികെ പുറന്തള്ളുന്നതിനും അനുയോജ്യമാക്കുന്നതിനുള്ള ഒരു പ്രോസസ്സാണ്. സാധാരണയായി സംസ്കരിക്കാത്ത മലിനജലത്തിൽ ഉയർന്ന അളവിലുള്ള ജൈവ അജൈവ വസ്തുക്കളും നിരവധി രോഗകാരികളായ സൂക്ഷ്മാണുക്കളും വിഷ സംയുക്തങ്ങളും അടങ്ങിയിരിക്കുന്നുണ്ട്. അതിനാൽ മലിനജലത്തിന്റെ ഫലപ്രദമായ സംസ്കരണം വളരെ അത്യാവശ്യമാണ്. മലിനജല ശുദ്ധീകരണ പ്ലാന്റുകളുടെ പ്രധാന ലക്ഷ്യം വിവിധ ആവശ്യങ്ങൾക്കായി പുനരുപയോഗിക്കാവുന്ന അല്ലെങ്കിൽ കൂടുതൽ പാരിസ്ഥിതികവും ആരോഗ്യകരവുമായ രീതിയിൽ വിനിയോഗിക്കാവുന്ന വെള്ളം ഒടുവിൽ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ്. ജലമലിനീകരണ നിയന്ത്രണത്തിന്റെ പ്രധാന ഘടകമാണ് മലിനജല സംസ്കരണം. ശാരീരിക സംസ്കരണ രീതി, രാസ സംസ്കരണ രീതി, ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് രീതി തുടങ്ങിയവയാണ് നിലവിലെ മലിനജല സംസ്കരണ രീതികൾ. മാലിന്യ സംസ്കരണത്തിൽ നമ്മൾ ഇനിയും ഏറെ മുന്നോട്ട് പോകാനുണ്ട് എന്നതാണ് ഈ അടുത്ത് തിരുവനന്തപുരം ആമിഴഞ്ചാൻ തോട്ടിലുണ്ടായ ദുരന്തം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ജല ഉപയോഗക്ഷമത. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിലെ ജല ഉപയോഗക്ഷമത വളരെ കുറവാണ്. വികസിത രാജ്യങ്ങളിലെ ആകെയുള്ള ജലസേചന പദ്ധതിയുടെ കാര്യക്ഷമത 50 മുതൽ 60% വരെയാണ്. എന്നാൽ ഇന്ത്യയുടേതാകട്ടെ വെറും 38% മാത്രം. മറ്റു രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സമാന പ്ലാന്റുകളേക്കാൾ ഇന്ത്യയിലെ വ്യാവസായിക പ്ലാന്റുകൾ ഒരു യൂണിറ്റ് ഉൽപാദനത്തിന് 2 മുതൽ 3.5 മടങ്ങ് വരെ കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നു. ജലത്തിന്റെ പുനരുപയോഗം ഫലപ്രദമാക്കാൻ
ലോകമെമ്പാടുമുള്ള മികച്ച മെത്തേഡുകൾ ഇന്ത്യ പിന്തുടരേണ്ടതുണ്ടെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ അനുസരിച്ച് ജൂൺ മുതൽ നവംബർ വരെ നല്ല രീതിയിൽ തന്നെ മഴ ലഭിക്കാറുണ്ട്. പക്ഷേ അതിന്റെ ഭൂരിഭാഗവും കടലിലേക്ക് തന്നെ തിരികെ ഒഴുകി പോവുകയാണ് പതിവ്. ഇതിനൊരു പരിഹാരം എന്ന രീതിയിൽ ഒഴുകിപ്പോകുന്ന മഴവെള്ളത്തെ സംഭരിക്കുകയാണെങ്കിൽ അടുത്ത കടുത്ത വേനലിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ കഴിയും. അതിനുള്ള 1-2 വഴികൾ നമുക്ക് നോക്കാം. മഴക്കുഴി. മഴവെള്ളം ഭൂമിയിൽ ആഴ്ത്താൻ ഏറ്റവും ബെസ്റ്റും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമായിട്ടുള്ള ഒരു മാർഗമാണ് മഴക്കുഴികൾ. ഓരോ മഴയ്ക്കും വെള്ളം ഈ കുഴികളിൽ നിറയുകയും ക്രമേണ ഭൂമിയിലേക്ക് ഊർന്നിറങ്ങുകയുമാണ് ചെയ്യുന്നത്. ഗാർഹികേതര ആവശ്യങ്ങൾക്കായി മഴവെള്ളം നേരിട്ടോ ഭൂമിയുടെ ഉപരിതലത്തിലൂടെ ഒഴുകിപ്പോകുന്ന വെള്ളം ശേഖരിച്ചോ സംഭരിക്കാം. ഇതിനായി കുളങ്ങൾ, ചിറകൾ തുടങ്ങി ഓരോ സ്ഥലത്തിന് അനുയോജ്യമായ നിർമ്മാണങ്ങൾ നടത്താം. കോണ്ടൂർ ചാലുകൾ, തടയണകൾ, അടിയണകൾ തുടങ്ങിയവയാണ് ഇതിന്റെ മറ്റുദാഹരണങ്ങൾ. ഇനി നമുക്ക് 2 പദ്ധതികൾ പരിചയപ്പെടാം. 2024 ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലെ എല്ലാ വീടുകളിലും വ്യക്തിഗത ഗാർഹിക ടാപ്പ് കണക്ഷനിലൂടെ സുരക്ഷിതവും മതിയായതുമായ കുടിവെള്ളം ലഭ്യമാക്കാനാണ് ജൽ ജീവൻ മിഷൻ ലക്ഷ്യമിടുന്നത്. കേന്ദ്ര സർക്കാർ പദ്ധതിയായ ജൽ ജീവൻ മിഷൻ സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തോടു കൂടിയാണ് നടത്തിവരുന്നത്. ജൽ ജീവൻ മിഷൻ നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്ന മാറ്റമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. 2019 ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ മാപ്പാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ബ്ലൂ കളറാണ് ടാപ്പ് കണക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ 29 ജൂലൈ 2024 മാപ്പിൽ നോക്കിയാൽ നമുക്ക് ഇതിന്റെ വ്യത്യാസം തീർച്ചയായും മനസ്സിലാക്കാൻ കഴിയും. ഇത്തരം പദ്ധതികൾ നമ്മുടെ സമൂഹത്തിൽ തീർച്ചയായും വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അടുത്തതായി അമൃത്. കേരളത്തിലെ 9 നഗരങ്ങളിലും ജലവിതരണവും മലിനജല നിർമ്മാർജ്ജനത്തിനും അടൽ മിഷൻ ഫോർ റിജുവനേഷൻ ആൻഡ് urban ട്രാൻസ്ഫോർമേഷൻ അഥവാ അമൃത് പ്രകാരം പദ്ധതികൾ ജല അതോറിറ്റി നടപ്പാക്കുന്നുണ്ട്. തുടങ്ങി നിരവധി പദ്ധതികൾ ഇപ്പോൾ സജീവമാണ്. സാനിറ്റേഷൻ is more important than independence. മഹാത്മാഗാന്ധിയുടെ ഒരു പ്രശസ്തമായ വാചകമാണിത്. ശുചിത്വമാണ് സ്വാതന്ത്ര്യത്തെക്കാൾ പ്രാധാന്യം. ഈ വചനത്തിലൂടെ തന്നെ നമുക്ക് ശുചിത്വത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാമല്ലോ. നമ്മുടെ ശരീരവും നാം ജീവിക്കുന്ന ചുറ്റുപാടും മണ്ണും ജലവും വായുവും മാലിന്യ വിമുക്തമായിരിക്കുന്ന അവസ്ഥയാണ് ശുചിത്വം. ആരോഗ്യവും ശുചിത്വവും പരസ്പരം കണക്റ്റഡ് ആണ്. പല രോഗങ്ങളും നല്ല ശുചിത്വ ശീലങ്ങളിലൂടെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ശുചിത്വശീലത്തിന്റെ പ്രാധാന്യം നാം കോവിഡ് കാലത്താണ് ഏറെ മനസ്സിലാക്കിയത്. ആദ്യം നാം വ്യക്തി ശുചിത്വത്തിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്. ചെറിയ ക്ലാസ് മുതൽ പഠിച്ചും ശീലിച്ചും വരുന്നതാണ് നമ്മൾ ഈ വ്യക്തി ശുചിത്വം. വ്യക്തി ശുചിത്വത്തിന്റെ കാര്യത്തിൽ നാം കേരളീയർ മുൻപന്തിയിലാണെങ്കിലും പരിസര ശുചിത്വത്തിന്റെ കാര്യത്തിൽ നാം പിന്നിൽ തന്നെയാണ്. വഴിയോരങ്ങളിലും തോടുകളിലും തള്ളിയിരിക്കുന്ന മാലിന്യങ്ങൾ കാരണം ഇന്ന് മൂക്കുപൊത്താതെ നടക്കാൻ വയ്യ എന്ന അവസ്ഥയാണ്. ഇതിലൂടെയാണ് കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികൾ പെരുകുകയും പല പകർച്ചവ്യാധികൾ പിടിപെടുകയും ചെയ്യുന്നത്. നിരവധി സർക്കാർ പദ്ധതികൾ നിലവിലുണ്ടെങ്കിലും ശുചിത്വ ബോധം, പരിസര ശുചീകരണം എന്നിവ ഓരോ പൗരന്റെയും കടമയായി കരുതിക്കൊണ്ട് ശുചീകരണ യജ്ഞത്തിൽ നാം പങ്കാളിയാവണം. വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിച്ച് ജീവിച്ചാൽ നമുക്ക് ശുചിത്വമുള്ള ഒരു നാടും സൃഷ്ടിക്കാൻ കഴിയും. ശുചിത്വ കേരളത്തിന്റെ മുന്നണി പോരാളികളാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ. വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നിശ്ചയിക്കുന്ന യൂസർ ഫീ കൈപ്പറ്റിക്കൊണ്ട് അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ചുകൊണ്ട് MSFൽ എത്തിക്കുകയാണ് ഇവരുടെ പ്രധാന ജോലി. 2026 കേരളത്തെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. ഗ്രീൻ ക്ലീൻ കേരള മിഷൻ നമ്മുടെ കേരളത്തെ ഹരിതാഭവും മാലിന്യമുക്തവും ജലസമൃദ്ധവും ഊർജ്ജ സ്വയം പര്യാപ്തവുമാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന പദ്ധതിയാണ് നമ്മുടെ സ്വന്തം ഗ്രീൻ ക്ലീൻ കേരള മിഷൻ. ഇത്തരം ഒട്ടനവധി പദ്ധതികൾ ഇപ്പോൾ നിലവിലുണ്ട്. ഇവയെല്ലാം നമ്മുടെ സമൂഹത്തെ തീർച്ചയായും നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിന്റെ അയൽ സംസ്ഥാനത്തെ ഇലക്ട്രോണിക് സിറ്റിയായ ബാംഗ്ലൂർ ഇന്ന് കടുത്ത ജലക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാടും ജലസംരക്ഷണത്തിനായി യാതൊരു മുൻകരുതലും എടുക്കാതെ ഇതിൽ നിന്നും ഒരു പാഠവും ഉൾക്കൊണ്ടില്ലെങ്കിൽ ഭാവി തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതികളിൽ ഒന്നാവും ഇത്. So let's conserve our water resources and maintain a clean, healthy life for a better future. Thank you.